ബാലതാരമായി സിനിമയിലെത്തി പിന്നീട് നായികയായി മാറിയവരേറെയാണ്. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി അരങ്ങേറിയതാണ് കാവ്യമാധവൻ. ഭാവിയിൽ നായികയായി അഭിനയിക്കണമെന്ന ആഗ്രഹം അന്ന് മനസ്സിലുണ്ടായിരുന്നതായി കാവ്യ പറഞ്ഞിരുന്നു. സിനിമാ ജീവിതത്തെക്കുറിച്ച് അഭിമുഖങ്ങളിലെല്ലാം വാചാലയാവാറുണ്ട് കാവ്യ. നായികയായി അഭിനയിച്ച ആദ്യ ചിത്രമായ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ അനുഭവങ്ങളെക്കുറിച്ചും അവർ സംസാരിക്കാറുണ്ട്. ആദ്യ സിനിമയിലെ നായകൻ പിൽക്കാലത്ത് ജീവിത നായകനായി മാറുകയായിരുന്നു. വിവാഹശേഷം അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് കാവ്യ. അത് അവരായിട്ടെടുത്ത തീരുമാനമാണെന്നായിരുന്നു ദിലീപ് പറഞ്ഞിരുന്നത്. ഇപ്പോഴും അവസരങ്ങൾ വരുന്നുണ്ടെന്നും ഇരുവരും പറഞ്ഞിരുന്നു. അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കാവ്യ. എന്നാണ് സിനിമയിലേക്ക് തിരിച്ചു വരുന്നത്? ഇടവേള അവസാനിപ്പിക്കാറായില്ലേ എന്നുള്ള ചോദ്യങ്ങളുമായി ആരാധകരും വിടാതെ പിന്തുടരുന്നുണ്ട്. ഇപ്പോഴത്തെ ജീവിതത്തിൽ സംതൃപ്തയാണെന്ന് കാവ്യ വ്യക്തമാക്കിയിരുന്നു. അത്രയേറെ ആഗ്രഹിച്ചു തുടങ്ങിയ ബിസിനസ് സംരംഭം ഇപ്പോൾ വീണ്ടും സജീവമാവുകയാണ്. മീനാക്ഷിയും മഹാലക്ഷ്മിയുമെല്ലാം ഇടയ്ക്ക് മോഡലുകൾ ആവാറുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയായി കാവ്യ പങ്കിടുന്ന വിശേഷങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട്. അഭിനയ ജീവിതത്തിൽ എന്നെന്നും ഓർത്തിരിക്കുന്ന ചിത്രമാണ് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ. അന്നത്തെ അനുഭവങ്ങളെക്കുറിച്ച് വാചാലയായുള്ള കാവ്യയുടെ വീഡിയോ വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലെ ഫാൻസ് പേജുകളിലൂടെയാണ് വീഡിയോ വീണ്ടും ചർച്ചയാകുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി നായികയായത്. വളരെ യാദൃച്ഛികമായി സംഭവിച്ചതാണ് അത്. ശാലിനി ചേച്ചി ചെയ്യേണ്ടിയിരുന്ന കഥാപാത്രമായിരുന്നു അത്. വേറെ ഏതോ സിനിമയുമായി ക്ലാഷായി അവർക്ക് ഡേറ്റില്ലാതെ വന്നതോടെയാണ് എന്നിലേക്ക് എത്തിയത്. ഒരു ഹോട്ടൽ മുറിയിൽ ബിജുയേട്ടനുമായിട്ടുള്ള സീനായിരുന്നു ആദ്യം എടുത്തത്. വലിയ ഡയലോഗുകളൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ നോക്കുക, തലയാട്ടുക, അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 2-3 ദിവസം കഴിഞ്ഞിട്ടും ഇതേ അവസ്ഥയായപ്പോഴാണ് താൻ ലാലുചേട്ടനോട് എനിക്ക് ഡയലോഗില്ലേ എന്ന് ചോദിച്ചതെന്ന് കാവ്യ പറയുന്നു. ഞാൻ വെറുതെ നിൽക്കുകയോ ഉള്ളോ, വർത്തമാനമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആഹാ ഇങ്ങോട്ടേക്ക് ചോദ്യം വന്നു തുടങ്ങിയല്ലേ, നാളെ തന്നെ ശരിയാക്കി തരാമെന്നായിരുന്നു മറുപടി. പിറ്റേ ദിവസമായിരുന്നു ക്ലൈമാക്സ് ചിത്രീകരിച്ചത്. അവസാനം ദിലീപേട്ടന് അടുത്ത് പോയിട്ട് എനിക്ക് പഴയ രാധയാവണം എന്നൊക്കെ പറയുന്ന രംഗമുണ്ടായിരുന്നു. പുതുമുഖം എന്ന നിലയിൽ നല്ല ഹെവി ആയിട്ടുള്ള സീനായിരുന്നു. താലിയൊക്കെ പിടിച്ചിട്ട് ഈ താലി കെട്ടിയ ബന്ധം മാത്രമേ ഉള്ളൂ എന്നുള്ള ഡയലോഗൊക്കെ ഉണ്ട്. അതൊക്കെ പറയുന്നുണ്ടെന്നല്ലാതെ അതിന്റെ അർത്ഥമൊന്നും എനിക്കറിയില്ലായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഞാൻ എന്താണ് അഭിനയിക്കുക, എന്നിൽ രാധ ഓക്കെ ആയിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചത്. ശരിക്കും റിസ്ക് ആണ് അവരെടുത്തത് എന്നുമായിരുന്നു കാവ്യ പറഞ്ഞത്. ആ രംഗങ്ങളൊന്നും മറക്കാൻ പറ്റില്ല. രാധയായി മറ്റൊരാളെ സങ്കല്പിക്കാനാവാത്ത വിധത്തിൽ ആ കഥാപാത്രത്തെ മനോഹരമാക്കി. ഈ സിനിമയിലൂടെ മലയാളത്തിന് നല്ലൊരു നായികയെ കിട്ടി തുടങ്ങിയ കമന്റുകളാണ് വീഡിയോയുടെ താഴെ വരുന്നത്. പുതുമുഖ നായിക എന്ന നിലയിൽ കാവ്യയുടെ പ്രകടനം ഏറെ ചർച്ചയായിരുന്നു അന്ന്. ദിലീപിനൊപ്പമുള്ള സ്ക്രീൻ കെമിസ്ട്രിയും ചിത്രത്തിന് ഗുണകരമായിരുന്നു. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിലെ ഹിറ്റ് ജോഡികളായി മാറുകയായിരുന്നു ഇവർ. നിരവധി അവസരങ്ങളാണ് കാവ്യമാധവന് ലഭിച്ചതും. മനോഹരമായ ഗാനങ്ങളായിരുന്നു മറ്റൊരു പ്രത്യേകത. ബിജു മേനോൻ, ലാൽ, സംയുക്ത വർമ്മ, NF വർഗീസ്, ഇന്ദ്രൻസ്, ഇന്നസെന്റ്, ജഗദീഷ്, സുകുമാരി തുടങ്ങിയ വൻ താരനിരയായിരുന്നു ചിത്രത്തിൽ അണിനിരന്നത്.